പഠിച്ചപ്പോൾ പലരുടെയും കിളി പോയ ഒരു ചാപ്റ്ററാണ് നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ എന്ന് പറയുന്നത്. സംഭവം അതിൽ പഠിക്കാൻ കുറേ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് ഇപ്പോഴും പലർക്കും കൺഫ്യൂഷനാണ്. എങ്ങനെയായിരിക്കും മിസ്സേ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക? ക്വസ്റ്റ്യൻ ഇപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാൻ കഴിയുമോ? അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായാലും ഒരു MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ടേബിളും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് മിസ് ഫുൾ കവർ ചെയ്ത് തരാൻ പോവാണ്. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് നമ്മളുടെ ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ, നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ, ലൈവുകളുടെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോ. കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, നേരെ പോയിട്ട് ജോയിൻ ചെയ്യുക. സോ ഇങ്ങോട്ട് വാ. അതായത് നമ്മളുടെ നെഗറ്റീവ് നമ്പേഴ്സ്. ഇതിൽ ആദ്യം മക്കൾ പഠിച്ചു വെക്കേണ്ട കാര്യം ദാ ഇത്രയേ ഉള്ളൂ. സിമ്പിളാ, മിസ് പറഞ്ഞുതരാം. എപ്പോഴാണ് ഒരു നെഗറ്റീവ് നമ്പർ കിട്ടുന്നത്? അതായത് ഞാൻ 2ൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്യാണ്. 2ൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്രയാടാ കിട്ടുക? നമുക്കറിയാം, നമുക്ക് അറിയുന്ന കാര്യം എന്ന് പറയുന്നത് എന്താണ്? 5ൽ നിന്നും 2 സബ്ട്രാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറിയാം. 5ൽ നിന്ന് 2 പോയാൽ എത്രയാ? 3 ആണ്. അതല്ലേ നമ്മളെ ടീച്ചർ പഠിപ്പിച്ചിട്ടുള്ളത്? അത് തന്നെയായിരിക്കും ഇതിൻ്റെ ആൻസർ. പക്ഷെ എന്ത് ചെയ്യണം? എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ വന്നാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് സാധാ പോലെ വലുതിൽ നിന്ന് ചെറുത് സബ്ട്രാക്ട് ചെയ്യുക, എന്നിട്ടൊരു മൈനസ് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയല്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനെ, -5 +2. ഓക്കെ, -5 +2. ഇതെന്താ? -5 +2. നിങ്ങൾ വിചാരിക്കും ഈ മൈനസും ഈ പ്ലസും ഇതെല്ലാം കൂടി ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാന്ന്? നിങ്ങളൊന്ന് ഇതിനെ നല്ലോണം സൂക്ഷിച്ചു നോക്കിയേ. ഇതിനൊന്ന് നല്ലോണം കുട്ടപ്പനാക്കി നിങ്ങൾക്ക് ഒന്ന് എഴുതിക്കൂടെ? -5 +2. ഇതിനെങ്ങനെ എഴുതാം? ആദ്യം പ്ലസ് ഉള്ള നമ്പർ എഴുതാ, പിന്നെ മൈനസ് ഉള്ള നമ്പർ എഴുതാ. എന്ത് രസം ഉണ്ടാവും ഇവിടെ കാണാൻ. അപ്പോൾ ആദ്യം പ്ലസ് ഉള്ള നമ്പർ എഴുതിയ +2 നമ്മൾ 2 എന്ന് എഴുതിയാൽ മതി. പിന്നെ മൈനസ് ഉള്ള നമ്പർ എഴുതി, അതായത് -5. 2 - 5 എത്രയാ? നമുക്കറിയാം. 2 - 5 എന്ന് പറഞ്ഞാൽ 5 2 പോയാൽ 3 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക? മൈനസ് എടുക്കുക, -3. സോ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഇങ്ങനെ പ്ലസും മൈനസും വരികയാണെങ്കിൽ, ആദ്യം മൈനസ് പിന്നെ പ്ലസ് വരികയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനൊന്ന് കുട്ടപ്പനാക്കിയിട്ട് എഴുതി കൊടുക്കുക. ആദ്യം പ്ലസ് ഉള്ള നമ്പറിനെ പിടിച്ച് ചെയ്താൽ, പിന്നെ മൈനസ് ഉള്ള നമ്പറിനെ പിടിച്ച് ചെയ്താൽ, എന്നിട്ട് ചെയ്താൽ മതി. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ദെൻ അടുത്ത് നോക്കിയേ, -5 -2. ഇതെന്താടാ? -5 -2. ഇതെന്തായിരിക്കും? -5 -2. അതായത് ഇവരെന്താ പറയുന്ന അറിയോ? ആദ്യം 5 സബ്ട്രാക്ട് ചെയ്യുന്നു, പിന്നെ 2 സബ്ട്രാക്ട് ചെയ്യുന്നു. ആദ്യം 5 സബ്ട്രാക്ട് ചെയ്യുന്നു, പിന്നെ 2 സബ്ട്രാക്ട് ചെയ്യുന്നു. എങ്ങനെയാടാ ചെയ്യുക? ആദ്യം 5 സബ്ട്രാക്ട് ചെയ്തു, പിന്നെ 2 സബ്ട്രാക്ട് ചെയ്തു. എങ്ങനെയാ ചെയ്യുക? ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി. 5 സബ്ട്രാക്ട് ചെയ്തു, പിന്നെ 2 സബ്ട്രാക്ട് ചെയ്തു. ടോട്ടൽ എത്ര സബ്ട്രാക്ട് ചെയ്തത്? 7 ആണ് അല്ലേ? അപ്പോൾ 5 സബ്ട്രാക്ട് ചെയ്തു, പിന്നെ 2 സബ്ട്രാക്ട് ചെയ്തു. ടോട്ടൽ 7 സബ്ട്രാക്ട് ചെയ്തു. അതായത് -7. -5 എന്ന് പറഞ്ഞാൽ 5 കുറച്ചു എന്നാ പറയുന്നത്. -2 എന്ന് പറഞ്ഞാൽ 2 കുറച്ചു എന്നാ പറയുന്നത്. -5 -2, 5 കുറച്ചു, പിന്നെ 2 കുറച്ചു. ടോട്ടൽ എത്ര കുറച്ചു? 7 കുറച്ചു, -7. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. സിമ്പിൾ. രണ്ടാമത്തെ കാര്യം, 5 -2. ഇങ്ങനെ 2 മൈനസുകൾ അടുത്തടുത്ത് വന്നാൽ എന്താ സംഭവിക്കുക? നിങ്ങളൊന്ന് ആലോചിക്ക്. 2 കോലുകൾ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഫെവിക്വിക്കൊണ്ട് നമ്മൾ ഒട്ടിച്ചിട്ടോ. എത്ര ഫെവിക്വിക്ക് ആയാലും ഇങ്ങനെ കൂർത്ത 2 കോലുകളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആയിട്ട് അത് പൊട്ടിയിട്ട് പ്ലസ് ആയി പോകും. അതുപോലെ തന്നെയാണ് 2 മൈനസുകൾ അടുത്ത് വന്നാൽ അത് പൊട്ടി പ്ലസ് ആയി മാറിപ്പോകും. അതായത് 5 + 2 ആണ് ഇവൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആയിരിക്കും. ഇനി നോക്ക്, 5 + -2 എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ എന്തായിരുന്നു? 2 മൈനസ് അടുത്ത് വന്നു അല്ലെ? 2 മൈനസ് അടുത്ത് വന്നു. നേരത്തെ എന്തെന്നു? 2 മൈനസ് അടുത്ത് വന്നു. അപ്പോൾ നമ്മൾ പ്ലസ് ആയിട്ട് മാറും എന്ന് പറഞ്ഞു. ഒരു പ്ലസും മൈനസും അടുത്ത് വന്നാൽ എന്താ ചെയ്യുക? പ്ലസും മൈനസും അടുത്ത് വന്നാൽ ആരാ ഇവിടുത്തെ ഹീറോ അറിയോ? മൈനസ് ആണ് ഇവിടുത്തെ ഹീറോ. ഓക്കെ, മൈനസ് ആണ് ഇവിടുത്തെ ഹീറോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ പ്ലസ്സിന് അങ്ങോട്ട് ഒഴിവാക്കും. പ്ലസും മൈനസും അടുത്ത് വന്നാൽ എന്താ ചെയ്യുക? പ്ലസ്സിന് അങ്ങോട്ട് തട്ടിക്കളയും. പോ ഒന്ന് പോയേ എന്ന് പറഞ്ഞിട്ട് പ്ലസിനെ തട്ടിക്കളയും. ആരാ ബാക്കി ഉണ്ടാവുക? മൈനസ് ആണ് ബാക്കി ഉണ്ടാവുക. 5 - 2 ആണിത്. അതായത് 3 ആയിരിക്കും ആൻസർ. റെഡി? ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ കാര്യം.
ഓക്കെ, ഇതിൽ നിന്നാണ് 100% ഷുവർ ആയിട്ടും പറയാൻ പറ്റും MCQ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ പോകുന്നത്. നെഗറ്റീവ് നമ്പേഴ്സിൽ നിന്നും എന്തായാലും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾക്ക് ഏതിൽ നിന്നാണ് വരുന്നത്? ഇവന്മാരിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ചോദിക്കുക. അതായത് ഇപ്പൊ -5 -2 എന്ന് ചോദിക്കും. ഓക്കെ, -5 -2. ഓപ്ഷൻ A 3, B -3, C 7, D -7. ഇതിൽ ഏതാണെന്ന് ചോദിക്കും. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഇവനെ ചെയ്ത് നോക്കുക. 5 -2. മിസ് പറഞ്ഞിട്ടുണ്ട്, 2 മൈനസ് അടുത്ത് കണ്ടാൽ, അത് അങ്ങാടിയിലായിക്കോട്ടെ, സ്കൂളിലായിക്കോട്ടെ, വീട്ടിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, 2 മൈനസ് അടുത്ത് കണ്ടാൽ അതെന്താവും? പൊട്ടിപ്പോയിട്ട് പ്ലസ് ആയിട്ട് മാറും അല്ലേ? അതായത് ഈ മൈനസിനെ പ്ലസ് എന്ന് എഴുതാം. ആക്ച്വലി ഇവൻ ആരാണ്? -5 +2 ആണ്. ഇനി എന്താ ചെയ്യുക? അതൊക്കെ മൈനസും പ്ലസ്സും ഒന്നായിട്ട് വരുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുക? ആദ്യം പ്ലസ് ഉള്ള നമ്പർ എഴുതും, പിന്നെ മൈനസ് ഉള്ള നമ്പർ എഴുതും. അതായത് ആദ്യം പ്ലസ് ഉള്ള 2, പിന്നെ -5 എഴുതും. 2 - 5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ന്ന് 2 പോയാൽ 3 ആണ്, മൈനസ് ഇട്ട് കൊടുക്കുന്നു, -3. ഏതാണ് കറക്റ്റ് ആൻസർ? ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആൻസർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബി എന്ന് പറയുന്ന ആൻസർ എഴുതും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ MCQ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സിലെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ആദ്യത്തെ 8 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഇവനാണ്. റെഡി? ഇനി അടുത്തൊരാൾ ഇതുപോലെയുള്ള ടേബിളാണ് നിങ്ങൾക്ക് 3 മാർക്കിന് ചോദിക്കാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും ചെയ്യുക? സെയിം സാധനം നിങ്ങൾ ടേബിൾ ആക്കിയിട്ടൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. അതായത് ഇവിടെ നമുക്ക് X എന്നിട്ടുണ്ട്, Y എന്നിട്ടുണ്ട്. X+Y ആണ് ഈ ഒരു കള്ളിയിൽ നമ്മൾ എഴുതേണ്ടത്. അപ്പം ഇവിടെ 6 ആണ്, -10 ആണ്. X+Y എന്ന് പറഞ്ഞാൽ എന്താണ്? 6 + -10. 6 + -10 എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസും മൈനസും അടുത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പ്ലസ്സിന് ഒഴിവാക്കും അല്ലേ? അതായത് 6 - 10 ആണിത്. 6 - 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ന്ന് 6 പോയാൽ 4 ആണ്, മൈനസ് ഇട്ട് കൊടുക്കുന്നു. സോ എന്തായിരിക്കും? ഇത് -4 ആയിരിക്കും. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. അടുത്ത ക്വസ്റ്റ്യന് ഇതുപോലെ തന്നെ -6ഉം 10ഉം അവന്മാർ രണ്ടാളെയും നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. -6നോട് 10 ആഡ് ചെയ്യണം. എത്രയാ കിട്ടുക? അതാ നോക്ക്, -6 + 10. ഇവനൊന്ന് കുട്ടപ്പനാക്കി എഴുതിയാൽ ആദ്യം 10 എഴുതും, പിന്നെ -6 എഴുതും. അതായത് 4 ആയിരിക്കും ആൻസർ അല്ലേ? 10 - 6 എന്ന് പറഞ്ഞാൽ -4 ആണോ? വലുതെന്ന് ചെറുത് കുറയ്ക്കുക, മൈനസൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തായിരിക്കും? 4 ആയിരിക്കും ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. -6ഉം -10ഉം. -6 + -10. നമുക്ക് അറിയുന്ന കാര്യം എന്താണ്? പ്ലസും മൈനസും അടുത്ത് വന്നാൽ അങ്ങാടിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും പ്ലസ്സിനായിട്ട് ഒഴിവാക്കും. മോനെ ദിനേശ. അപ്പോൾ എന്താ വരിക? -6 -10 എന്നാവും ഇത് അല്ലെ? -6 -10 എന്ന് പറഞ്ഞാൽ ആദ്യം 6 സബ്ട്രാക്ട് ചെയ്തു, പിന്നെ 10 സബ്ട്രാക്ട് ചെയ്തു. ടോട്ടൽ എത്ര സബ്ട്രാക്ട് ചെയ്തത്? 16 സബ്ട്രാക്ട് ചെയ്തു. 10ഉം 6ഉം 16 സബ്ട്രാക്ട് ചെയ്തു. അതായത് -16. ഓക്കെ, എത്രയാണ്? -16. ഇനി അടുത്തത് -6 + 6. -6 + 6. ഇവനെ കുട്ടപ്പനാക്കി എഴുതി. അങ്ങനെ നിങ്ങൾ എങ്ങനെ എഴുതുക? ആദ്യം +6 ചെയ്തും, പിന്നെ -6. 6 - 6 0 ആയി. ഇനി അടുത്ത നോക്കിയേ. 6 - 6. അതായത് 6 + -6. ഇതെന്താ വരിക? പ്ലസും മൈനസും അടുത്ത് വന്നു. അപ്പൊ എന്താണ് സംഭവിക്കുക? പ്ലസും മൈനസും അടുത്ത് വന്നാൽ പ്ലസിനായിട്ട് ഒഴിവാക്കും. അതെന്തായി? 6 - 6 ആയി. അതും 0. സോ ഇവനും എന്താണ്? 0 ആണ്. ഓക്കെ, സിമ്പിൾ. അപ്പൊ ഇതായിരിക്കും നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്പേഴ്സ് ഒക്കെ സെയിം ആണ്, 10ഉം 6ഉം 10ഉം 6ഉം തന്നെയാണ്. പക്ഷേ ഉത്തരങ്ങളൊക്കെ എന്തായി? ഡിഫറെൻ്റ് ആയി. ഒന്നുകൂടി പറയട്ടെ. ഈ ഒരു ടേബിളും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതാ നോക്കിയേ, എക്സും വൈയും സെഡും നിൽക്കണം. അപ്പം X+Y + Z കാണണം, X+Y + Z കാണണം. അതായത് എന്ത് ചെയ്യണം? X+Y ആദ്യം കണ്ടിട്ട് അതിനോട് Z കൂട്ടണം, എക്സിനോട് Y + Z കൂട്ടണം. നമുക്ക് ചെയ്ത് നോക്കാം. ഇതാ നോക്കി, എക്സും വൈയും 2ഉം 4ഉം ആണ്. അപ്പം X+Y എന്തായിരിക്കും? X+Y 2 + 4 = 6 ആണ്. അപ്പൊ നമ്മൾ 6നോട് എന്തിനാണ് കൂട്ടേണ്ടത്? X+Y എന്ന് പറഞ്ഞാൽ 6 ആണ്. 6നോട് എന്തിനെ കൂട്ടണം? ഈ -5 കൂട്ടണം അല്ലെ? ഇനി എന്താ ചെയ്യുക? പ്ലസും മൈനസും അടുത്ത് വന്നാൽ പ്ലസിന് ഒഴിവാക്കും അല്ലെ? അതായത് 6 - 5 ആയിരിക്കും. എത്രയാ വരിക? -1 ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സിനോട് എന്ത് കൂട്ടണം? അതായത് നോക്കി, എക്സ് എന്ന് പറയുന്നത് 2 ആണ്. 2നോട് മക്കൾ എന്താ ആഡ് ചെയ്യേണ്ടത്? Y + Z. ബ്രാക്കറ്റിലുള്ള ഒരൊറ്റ ആളായിട്ട് Y + Z ആഡ് ചെയ്യണം. Y + Z എന്ന് പറയുന്നത് എന്തായിരിക്കും? Y + Z 4ഉം -5ഉം. Y + Z പറയുമ്പോൾ 4 + -5. 4 + -5 എന്ന് പറഞ്ഞാൽ എന്താണ്? അതാ നമുക്ക് പ്ലസും മൈനസും അടുത്ത് വന്നാൽ പ്ലസിന് ഒഴിവാക്കി 4 - 5 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? 2നോട് -1 ആഡ് ചെയ്യണം. പ്ലസും മൈനസും അടുത്ത് വന്നാൽ പ്ലസ് ഒഴിവാക്കി 2 - 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും.
റെഡി? ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മിസ് എന്ത് ചെയ്യാം, നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇടാം. ആ സ്റ്റഡി ഗ്രൂപ്പിൽ മിസ് ഉണ്ടാവും, മിസ്സിനോട് ചോദിച്ചാൽ മതി, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മിസ് അവിടെ പറഞ്ഞുതരും. അപ്പോൾ ആരും സ്റ്റഡി ഗ്രൂപ്പിൻ്റെ കാര്യം മറക്കണ്ട. സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് ആരുണ്ട്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പിൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. സോ അതുപോലെ തന്നെ വേറെ ഒരൊറ്റ കാര്യമാണ്, നമുക്ക് കുറേ ആൾക്കുള്ള പ്രശ്നമാണ്, പക്ഷേ ബേസ് ഞങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ കുറേ ക്ലാസ്സസ് മിസ്സായിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്നുള്ളത്? എടാ, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ കൂട്ടുചേർക്കാൻ, നിങ്ങളെ കൂടെ ഇരുത്താൻ, നിങ്ങളെ കൂടെ ഇരുത്തി പഠിപ്പിക്കാൻ ഞങ്ങൾ ഏത് പാതിരക്കും ഞങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം മക്കൾക്ക് ചെയ്താൽ മതി. ഞങ്ങളൊരു ബൂസ്റ്റർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബൂസ്റ്റർ ബാച്ച് 2499 ഈ ഒരു ബൂസ്റ്റർ ബാച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു പൈസക്കൊന്നും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. 1499 നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അതായത് 1000 രൂപ റിഡക്ഷനിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ചെറിയൊരു ആഗ്രഹമോ അല്ലെങ്കിൽ എനിക്ക് ജോയിൻ ചെയ്യേണ്ട ഒരു സംശയമുള്ള കുട്ടികളില്ലേ, അങ്ങനെയുള്ള കുട്ടികളാണെങ്കിലും നമ്മളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക. പേരും നമ്പറും നിങ്ങളുടെ ക്ലാസ്സും അടിച്ച് രജിസ്റ്റർ ചെയ്തിടുക. ആ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ആദ്യത്തെ 2000 കുട്ടികൾക്ക് കേട്ടോ, ആദ്യത്തെ 2000 കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഈ ഒരു ഓഫർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓഫർ കിട്ടണമെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ഫോമിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ മക്കൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഈ ഒരു വീഡിയോ കഴിഞ്ഞ ഉടനെ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തിടുക. എന്നിട്ട് വീട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് ഓക്കെ ആണ്, സെറ്റ് ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമ്മളുടെ ക്രിസ്മസ് എക്സാം മുതൽ നമ്മളുടെ ആനുവൽ എക്സാം വരെ 9ാം ക്ലാസ്സിൽ ഇനി എന്തൊക്കെ വരുന്നോ അത് മൊത്തം ഞങ്ങൾ സെറ്റാക്കി തരും. റെക്കോർഡഡ് ക്ലാസ് ആയിട്ടും ലൈവ് ക്ലാസ്സുകളായിട്ടും പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതിന് അഡീഷണൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വേറെയും ഞങ്ങൾ തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബാച്ചിലുള്ള കുട്ടികളോട് ചോദിച്ചാൽ മതി, ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ബാച്ചിലുള്ള കുട്ടികളോട് ചോദിക്കുക, ഇഷ്ടമാണെങ്കിൽ മാത്രം ഇങ്ങ് പോരുക. രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടണമെന്ന് അത്രയധികം ആഗ്രഹം മിസ്സിനുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.